സാർ, ഇതിനകത്ത് ഒരു ധവളപത്രം വെക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്, ഞങ്ങളും അംഗീകരിക്കുന്നു. ധവളപത്രം കൃത്യമായിട്ട് വന്നാൽ എല്ലാ കാര്യങ്ങളും വരും. ധവളപത്രത്തിനകത്ത് വരുന്നതിന് ഒരു കാര്യവും നമുക്ക് പേടിയില്ല, വിഷമമില്ല എന്ന് മാത്രമല്ല, നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറി സത്യം പുറത്തു വരുന്നത് നല്ലതാണ്. സാർ, ആ ധവളപത്രം വെക്കുമ്പോൾ അതിനകത്ത് ചില പ്രൊപ്പറേറ്റി ഉണ്ട്. സാർ, ഇതിനകത്ത് കമ്മിറ്റിക്കകത്ത് വെച്ചേക്കുന്ന ആളുകളെ പറ്റി പത്രത്തിൽ വായിച്ചു. അവരെ പറ്റിയും എനിക്ക് വ്യക്തിപരമായി നല്ല ബഹുമാനമുള്ള ആളുകളാണ്. സാർ, വളരെ നല്ല അക്കാഡമിക് അല്ലെങ്കിൽ ഈ രംഗത്ത് ഭരണപരിചയമുള്ള ആളുകളാണ്. സാർ, ഇവിടുത്തെ പ്രശ്നം, നമ്മൾ സാധാരണ ധനകാര്യ വകുപ്പിൻ്റെ ഒരു ധവളപത്രം അവതരിപ്പിക്കുമ്പോൾ ഗവൺമെൻറ് ഡോക്യുമെൻ്റ് എല്ലാം നോക്കിയിട്ടാണ് സാർ വെക്കേണ്ടത്. അങ്ങനെയൊക്കെ നോട്ടീസ് തന്നതിനകത്ത് ആ വിശദമായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ സാർ അതിനെ സംബന്ധിച്ച് ഈ ക്രമപ്രശ്നം ഉന്നയിക്കുന്ന ആൾ അത് ഉന്നയിക്കുകയും ബന്ധപ്പെട്ട മന്ത്രി, ഇവിടെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം പറയുകയും അത് സംബന്ധിച്ച് റൂളിംഗ് ചെയർ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് എത്രയോ കാലമായി. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സഭയിൽ എത്രയോ കാര്യങ്ങൾ കണ്ടത് അങ്ങനെയാണ്. സാർ, സാറ് ഏറ്റവും സജീവമായ ഒരു മെമ്പറായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ ബഹളത്തിനിടയിൽ ലേ ചെയ്തിട്ട് കൈയടിച്ചതിൻ്റെ കാര്യമില്ല. ഇവിടെ പിന്നെ ഞങ്ങൾ എന്തായാലും നിങ്ങൾ വെക്കും, പിന്നെ ഇത് ചർച്ച ചെയ്യും, അതിനല്ല തർക്കം, വെക്കുന്നതിൻ്റെ അല്ല. പക്ഷെ അതിനൊരു നിയമസഭയ്ക്കകത്തൊക്കെ ഒരു പ്രൊപ്പറേറ്റി ഉണ്ട്, ഒരു നിയമപരമായ കാര്യമുണ്ട്. ചെയറാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സാർ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇങ്ങനെ ഒരു 3 പേരുടെ കമ്മിറ്റി വരുമ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിനകത്ത് ഫിനാൻസിൻ്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നോക്കിയാലേ ധവളപത്രം തയ്യാറാക്കാൻ പറ്റൂ. സാർ, ധവളപത്രം സാധാരണ തയ്യാറാക്കുമ്പോൾ ധവളപത്രം ആദ്യം ബ്രിട്ടീഷുകാരാണല്ലോ തുടങ്ങിയത്. അവിടുത്തെ ഗവൺമെൻറ് ഡോക്യുമെൻ്റ് ഇന്നിപ്പോൾ പ്രൈവറ്റ് മേഖലയിലുണ്ട്. സാർ, ഓഡിറ്റഡ് അക്കൗണ്ട്, ഓഡിറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ സർക്കാരിൽ ആർക്കാ അവകാശം? AGക്കേ ഉള്ളൂ, C&AG ആണ്. സാർ, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയെ വെച്ചിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഓഡിറ്റ് ഓർഗനൈസേഷൻസിനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്നും ഇത് പ്രിപ്പയർ ചെയ്യുന്നതും ധവളപത്രം ഇറക്കുന്നതും. സാർ, ഇവിടെ 2011 UDF അന്ന് ഇറക്കിയ വൈറ്റ് പേപ്പറിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. അന്ന് അങ്ങ് ഈ സഭയിൽ അംഗമാണ്. സാർ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റാണ് അത് തയ്യാറാക്കിയത്. ഫിനാൻസിനകത്ത് ഫിനാൻസ് മിനിസ്റ്റർക്ക് അറിയാം, ഡെയിലി നമ്മുടെ ഫിനാൻസിൻ്റെ ഫ്ലോയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പ്രൊജക്ഷനും ഒക്കെ ധനകാര്യമന്ത്രി കാണും, ധനകാര്യ സെക്രട്ടറി കാണും, വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ കാണും. സാർ, ഇത്തരം കാര്യങ്ങളനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇവിടെ വലിയ ബഹളം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൊടുക്കും എന്ന് ധനകാര്യമന്ത്രി സഭയിൽ പറയുന്നത് ഈ രഹസ്യ ഡോക്യുമെൻ്റ് അതൊരു സീക്രട്ടായിട്ടുള്ള കാര്യമാണ്, അറിയുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് അതിനൊരു പ്ലാനിങ് കാണും, ഇപ്പോഴും പ്ലാനിങ് കാണും. സാർ, ഈ ഡോക്യുമെൻ്റ് എല്ലായിടത്തും പുറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രഹസ്യ രേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ്. സാർ, അങ്ങനെ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രമപ്രശ്നമല്ലേ? ഔദ്യോഗിക രഹസ്യ രേഖകൾ നിങ്ങളൊരു പ്രൈവറ്റ് ചാർട്ടേഡ് അക്കൗണ്ടിനെയോ വലിയ പിന്നെ കമ്പനികളെ പോലും ഏൽപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നു, ഇതിനകത്ത് വെച്ചേക്കുന്ന അംഗങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ്. ആളുകളുടെ വ്യക്തിത്വത്തെ പറ്റി ചോദ്യം ചെയ്തില്ല, ഇന്റഗ്രിറ്റിയെ പറ്റി ചോദ്യം ചെയ്തില്ല. സാർ, നാളെ ഇതൊരു പ്രീസിഡൻ്റായിട്ട് എടുത്ത് ആരെങ്കിലും 3 പേരെ കൊണ്ടുവന്നിട്ട് ഒരു ഡോക്യുമെൻ്റ് വെക്കാം, ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആക്കാം. പിന്നെ ഇപ്പം ഇവർക്ക് കൊടുത്തേക്കുന്ന കാര്യം തന്നെ മൊത്തം അവർക്ക് കിട്ടുന്ന വെച്ചല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. കൊടുത്തത് കറക്റ്റ് അല്ലെങ്കിൽ അത് വെച്ച് വരുന്ന ഡോക്യുമെൻറ്റും പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആവാം. സാറെ, പൊളിറ്റിക്കലായി ഉപയോഗിക്കാനല്ല വൈറ്റ് പേപ്പർ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അല്ലെങ്കിൽ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇവിടെ ലീഡർഷിപ്പ് ചെയ്തതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് വെക്കുന്ന കാര്യം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് സാർ. 2016 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കിയത് പിന്നെ ധവളപത്രമാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് സാർ. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഔദ്യോഗികമായി ഇറക്കാതെ പുറത്തുനിന്നുള്ള 2-3 ആരായാലും അങ്ങനെ വെക്കുന്ന കാര്യം ശരിയാവുമോ എന്നുള്ളതാണ് സാർ ഒരു പ്രധാന പ്രശ്നം. പിന്നെ ധവളപത്രത്തിനകത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് നോക്കിയിട്ട് പറയാം സാർ. ധവളപത്രം ഇറക്കുന്നതിനകത്തോ കാര്യം വരുന്നതിനകത്തോളം തർക്കമല്ല. നാളെ ഇതൊരു പ്രീസിഡൻ്റായിട്ട് എടുത്തിട്ട് ആർക്കും ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖ, സാർ രേഖകൾ എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ടാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ഈ മാസം, അടുത്ത മാസം, അതിനടുത്ത മാസത്തെ ഫിനാൻസ് എന്ന് അറിയുന്നത് വളരെ കുറച്ച് ആൾക്കാർ അറിയോ. അറിയുന്നവരല്ലെങ്കിൽ സാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റിയെ മൊത്തം തകിടം മറിക്കാൻ പറ്റും ആ രഹസ്യം പുറത്തു പോയാൽ. അങ്ങനെ രഹസ്യം പുറത്തേക്ക് കൊടുത്തിട്ട് ഒരു ധവളപത്രം ഇറക്കുന്നത് ശരിയല്ല. ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം. സീക്രട്ട് സെക്ഷൻ പോലെയുള്ള സെക്ഷനുകൾ എന്തിനാണ് സാർ അവിടെ? AGക്ക് പോലും നമ്മൾ പൊതുവിൽ അത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാലേ സാർ കൊടുക്കൂ. AGക്ക് പോലും കൊടുക്കാത്ത കണക്ക് പുറത്തെടുത്തിട്ട് കൊടുത്തിട്ടാണോ തയ്യാറാക്കുന്നതെങ്കിൽ അത് അത്ര ശരിയായൊരു കാര്യമല്ല. അതൊരു ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഈ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ 1 വർഷത്തേക്ക് 2 ലക്ഷമോ 2.25 ലക്ഷമോ കോടി കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ, എക്സ്ചക്കർ ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ, അതിന്റെ ധനകാര്യമന്ത്രി വകുപ്പ് ഈ കാര്യങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം പരസ്യമായിട്ടല്ല ചെയ്യേണ്ടത്. ഇന്റഗ്രിറ്റി ഓഫ് ദ ഓഫീസേഴ്സ്, ഐ എം നോട്ട് ദ പർട്ടിക്കുലർ
പീപ്പിൾ. ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു പ്രീസിഡന്റ് ആണ്. ആ പ്രീസിഡന്റ് ഒക്കെ നാളെ ആരെയും കൊണ്ടുവന്ന് ചെയ്യിക്കാം. അത് ചെയ്യാൻ പാടില്ല. അതൊരു പ്രശ്നമാണ്. അതൊരു ഭരണഘടനാ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊപ്പറേറ്ററുടെ പ്രശ്നമാണ്. സഭയുടെ അവകാശത്തിന്, നമ്മുടെ നിയമത്തിൻ്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ടാണ് സാർ ആ ഒബ്ജക്ഷൻ പറയുന്നത്. അതിനെ സംബന്ധിച്ച് റൂളിംഗ് വേണം. ഗവൺമെൻറ് ലേ എന്ന് പറഞ്ഞാലും റൂളിംഗ് വേണം സാർ. ഇത് നാളെ ഒരു ചരിത്രമായി കൂടാ.